ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം കിഴക്കമ്പലമാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്തുനിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇന്ന് നിൽക്കുന്ന വില്ല പ്രൊജക്റ്റ് വരുന്നത്. മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം ഒരു 50ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണെന്നുള്ളത്. അപ്പോൾ അതിൽ 2 വീടുകളുണ്ട്. എലിവേഷനിൽ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളൂ. ഉള്ളിലെല്ലാം പ്ലാനെല്ലാം സെയിം തന്നെയാണ്. 2 വീടുകളിൽ ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കാണുന്ന വീടാണ്. 4 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി വരുന്ന വീടാണ് വരുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരുമ്പോൾ ഒരെണ്ണം പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ ചേർന്നുള്ള ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തൊരു എ ടൈപ്പ് സ്ട്രക്ചർ വരുന്നുണ്ട്. പെയിൻറ്റിങ് തീമിലേക്ക് വരുമ്പോൾ വൈറ്റും ഗ്രേയും കലർന്ന ഒരു പെയിൻറ്റിങ് തീമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ എ ടൈപ്പ് സ്ട്രക്ചറിന് അടിയിലായിട്ട് കുറച്ച് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ ബാൽക്കണിയാണ്. അവിടെ പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കാർ പോർച്ചിൻ്റെ ആ ഒരു പില്ലറിന് ഒരു സെപ്പറേറ്റ് പെയിൻറ്റിങ്ങും കൊടുത്തിരിക്കുന്നു. എല്ലാം കൂടി നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വീട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന റോഡ് 5 മീറ്റർ വിടുത്തുള്ള റോഡാണ്. 2 വാഹനങ്ങൾ ഈസിയായി കടന്നു പോകത്തക്ക രീതിയിൽ ടൈൽ വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് വരുന്നത്. വീടിൻ്റെ പണി ഏകദേശം ഒരു 95% ആണ് പൂർത്തിയായിരിക്കുന്നത്. ഒരു 5% വർക്ക് കൂടി പൂർത്തിയാകാണ്ട് ഇതാണ് മതിൽ ആ കണ്ടംപററി ഡിസൈൻ്റെ ഇതിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ക്ലാഡിങ് സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പെയിൻറ്റിങ്ങും പോളിഷിങ്ങും ഒക്കെ ബാക്കിയുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ സ്ലൈഡിങ് ഗേറ്റാണ്. സ്ലൈഡിങ് ഗേറ്റ് GI ഷീറ്റിൽ CNC വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെക്ക് വുഡ് വരുന്നുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു ഫോൾഡിങ് ഡോറും കൊടുത്തിട്ടുണ്ട്, ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന മുറ്റത്തേക്കാണ് വരുന്നത്. മുറ്റത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാർ പോർച്ചാണ്. വലിയ ഇന്നോവ പോലെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ കാർ പോർച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. കവേർഡ് പാർക്കിംഗ് സ്പേസ് ആണിത്. താഴെ നമുക്ക് 1.5 അടിയുടെ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം, ഒരു വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബോർവെല്ലാണ് വരുന്നത്. നമുക്ക് വാട്ടർ കണക്ഷൻ്റെ സോഴ്സും അവൈലബിൾ ആണ്. 2 വാട്ടർ സോഴ്സുകളുണ്ട്. ഒന്ന് കിണർ വെള്ളവും ബോർവെല്ലും, ഒന്ന് KWO വാട്ടർ കണക്ഷനും. വീടിൻ്റെ ഇരുവശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഒരു കാര്യം മറന്നുപോയി, ഇവിടെ നമുക്ക് ഒരു ചെറിയ പ്ലാന്റ് ബോക്സ് വരുന്നുണ്ട്. അവിടെ അതിൻ്റെയൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ. നമുക്ക് വീടിൻ്റെ സൈഡിൽ എത്ര സ്ഥലമുണ്ടെന്ന് നോക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ നടക്കാനായിട്ട് ഓരോ ടൈലുകൾ ഇങ്ങനെ വിരിച്ചിങ്ങനെ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് പുറകുവശത്ത് കൂടി ഒന്ന് നോക്കാം. ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആണ്. വർക്ക് ഏരിയ ഇപ്പോൾ ചെയ്തിട്ടില്ല. വർക്ക് ഏരിയ നമുക്കിവിടെ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്ത ഏരിയയാണ്. ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. അത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നമുക്കിവിടെ വർക്ക് ഏരിയ ചെയ്ത് എടുക്കാവുന്നതാണ്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് 2 സ്റ്റെപ്പുകൾ താഴെ വരുന്നുണ്ട്. ഇവിടെ ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ഒരുക്കിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള സിറ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന സ്പേസ് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ സൺഷെയ്ഡിൽ ധാരാളം പർഗോളകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സൺഷെയ്ഡിലും ആ പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വളി ജനലും ഇവിടെ ഒരു വളി ജനലും വരുന്നുണ്ട്. മെയിൻ ഡോർ ഇവിടെയാണ് വരുന്നത്. ഫുള്ളി കവേർഡായിട്ടുള്ള കട്ടളകളാണ് കൊടുത്തിരിക്കുന്നത്. പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ. വലിയ മെയിൻ ഡോറാണ് വരുന്നത്. ഹാൻഡിലുകൾ വലിയ സ്റ്റീലിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുന്നത് ചെറിയൊരു ഫോയർ സ്പേസിലേക്കാണ്. ഇത് ഡൈനിങ് സ്പേസിലാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്നു കഴിഞ്ഞാൽ ലിവിങ് ഏരിയ ആണ്. നമുക്ക് ലിവിങ് ഏരിയ ആദ്യം നോക്കാം. ഏകദേശം ഒരു 11-12 വലിപ്പമുള്ള ലിവിങ് സ്പേസ് ആണ് വരുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അഴികളെല്ലാം മറ്റേ സ്ക്വയർ റൗണ്ടുള്ള റാഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് പഴയ വീടുകളുടെ അഴികളെ പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള അഴികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെയും ആ പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിൽ കണ്ട ജനലാണ്. അപ്പോൾ നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് നല്ല 3 ജനലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു വലിയ വാൾ ഫുള്ളായിട്ട് മൾട്ടിവുഡിലാണ് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസിനും തിരിക്കുന്ന ഏരിയയിലാണ് ഇത് വരുന്നത്. ഇവിടെയാണ് TV യൂണിറ്റ്. അതിൻ്റെ കൂടെ തന്നെയാണ് TV യൂണിറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ താഴെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ ക്യൂരിയോ ഷെൽഫും കൊടുത്തിട്ടുണ്ട്.
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വാൾപേപ്പർ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ആർക്കി ഡ്രൈവ് ഇതിനോട് യോഗ്യം ചെയ്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ വരാം നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക്. വിശാലമായിട്ടുള്ളതാണ് ഡൈനിങ് ഏരിയ. ലിവിങ് സ്പേസ് അധികം വലിപ്പമില്ല, പക്ഷെ ഡൈനിങ് ഏരിയ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് വരുന്നത്. പുറകിലായിട്ടൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് നമുക്ക് നല്ല ഗ്ലോസി ആയിട്ടുള്ള വാൾ പെയിൻ്റാണ്, ടെക്സ്ചർ വർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്യും. ഇവിടെ ഈ കിച്ചണാണ്, കിച്ചൻ്റെ ഭാഗമാണിത്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ചെറിയ മൾട്ടിവുഡിലുള്ള ഡിസൈൻ വർക്ക് ഇവിടെ വരുന്നുണ്ട്. ടൈലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 5-2.5 ഈ ടൈലിൻ്റെ അളവ് വരുന്നത്. വെട്രിഫൈഡ് ടൈലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന ടൈലാണ് ഫ്ലോറ് നൽകിയിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത് ഈ ഭാഗത്ത് നിന്നാണ്, ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ഇവിടെ വാഷ് ബേസിൻ, വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. ലൂവേഴ്സാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ലെഡ്ജും വരുന്നുണ്ട്. 3 ഫേസ് ആണ് വീടിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി പോകാം നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കിച്ചൺ വരുന്നത്. ഇവിടെ L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഒരു ബീച്ച് കളർ കോമ്പിനേഷനിലാണ് കബോർഡുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പ്രൊഫൈൽ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളി ജനൽ ഇവിടെ വരുന്നു. അത് ഒരു ഡിസൈനുള്ള മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള വാൾ ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ, ഒരു സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയ, ഈ കിച്ചണ് സ്പേസ് പോരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വർക്ക് ഏരിയ സ്പേസ് കണ്ടതാണ്, അത് ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം വലിയ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം വേണമെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട്, നമുക്കും അത് ചെയ്തെടുക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് 2 ബെഡ്റൂമിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഈ ഭിത്തിയിൽ ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒരു ഭിത്തിയിൽ മുഴുവനായിട്ട് കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ്. സാധാരണ ബേ വിൻഡോ എന്ന് പറയുമ്പോൾ പുറത്തേക്കാണ് വിൻഡോ ഇരിക്കാറ്, പക്ഷേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 ഭാഗത്തും നമുക്ക് ഷെൽഫുകൾ വരുന്നുണ്ട്. ഇവിടെ ക്യൂരിയോ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നാൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് പൂർത്തിയാക്കിയത്. LED ലൈറ്റിംഗ് ആണ് കൂടുതലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ET വുഡിൻ്റെ ഡിസൈനുള്ള ഫൈബർ ഡോറാണ് വരുന്നത്. വൈറ്റും ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡും വരുന്ന ടൈല്, 2 സെപ്പറേറ്റ് ടൈലുകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വരുന്നുണ്ട്. ഈ കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് ബേസിൻ, നേരെ ഈ ഭാഗത്തായിട്ട് ഷവറും വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ വരുന്നത്. 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ഇനി നമ്മൾ പോകുന്നത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അത് ഈ വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയാണ് നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി ചെറിയ സ്പേസാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഇരുവശത്തും ജനൽ വരുന്നുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് ജനൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് സ്പേസുള്ള വലിയ വാർഡ്രോബ് വരുന്നുണ്ട്. ക്യൂരിയോ ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. സെയിം ഡോറ് തന്നെയാണ്. ആ തേക്കിൻ്റെ ഈട്ടിയുടെ വുഡിൻ്റെ ഡിസൈനിൽ ഡോറ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി നീളത്തിലുള്ള ഒരു ബാത്റൂമാണിത്. ടൈലുകളെല്ലാം സെയിം തന്നെയാണ്. ചെറിയ ഈ ഒരു ടൈലിന് മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അവസാന ഭാഗത്ത് ക്ലോസറ്റ്, സെൻറ്റർ ഭാഗത്ത് ഷവർ, നേരെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലെ വിശേഷങ്ങൾ. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റേസറും ഗ്രാനൈറ്റ് തന്നെയാണ് വരുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡും നമ്മുടെ MS ഉപയോഗിച്ചിട്ടാണ്. കയറി വരുമ്പോൾ ഈ ഭിത്തിയിൽ നമ്മൾ താഴത്ത് കണ്ടതാണ്. അതേ ഡിസൈൻ വർക്ക് മുകളിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടത്. മുകൾ ഭാഗത്ത് വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നു. അവിടെ ടഫൻ ഗ്ലാസും ഇട്ടിട്ടുണ്ട്. നല്ല ഒരു ലൈറ്റ് അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ വർക്കിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ഈ സ്പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. അപ്പർ ലിവിങ് ഏരിയയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയയുടെ TV യൂണിറ്റൊക്കെ വരുന്ന ഭാഗം. 2 വശത്തും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ്
ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ടി വി യൂണിറ്റ് മാത്രമാണ് ഇവിടെ വരുന്നത്. സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നുണ്ട്. ഇവിടെ വാൾപേപ്പർ കൊടുത്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ, യൂട്ടിലിറ്റി സ്പേസ്, ബാൽക്കണി എന്നിവയാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. കബോർഡുകൾക്ക് ഈ ബെഡ്റൂമിൽ ഒരു കുറവുമില്ല. ഇവിടെ വലിയ സ്പേസിൽ മുഴുവനായിട്ട് കബോർഡ് വരുന്നുണ്ട്. മൾട്ടിവുഡിലാണ് കബോർഡ്. സെൻട്രൽ ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെയും ചെറിയൊരു വർക്കിംഗ് ടേബിളൊക്കെ പോകുന്ന പോലെയുള്ള ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇരുവശത്തും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും എല്ലാ വീട്ടിലും ഉള്ള പോലെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. താഴത്തെ നിലയിൽ കണ്ട ബാത്റൂമിൻ്റെ അതേ ഡോറ് തന്നെ വരുന്നുണ്ട്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ ഒരു വൈറ്റ് കളർ ഡിസൈനാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, ചെറിയതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം. സെൻറ്റർ ഭാഗത്ത് ഷവർ, കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ. അങ്ങനെയാണ് ഈ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളും കാര്യങ്ങളും വരുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂം വരുന്നു ഇവിടെയാണ്. എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം ഒരു 12-13 ഒക്കെ വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഏകദേശം. ഇവിടെ 2 ജനലുകളാണ് ഇരുവശത്തും വരുന്നത്. ഇവിടെ വാർഡ്രോബ് വരുന്നുണ്ട്. വലിയ സ്പേസുള്ള വാർഡ്രോബ്. സെയിം ടൈപ്പ് കൺസ്ട്രക്ഷൻ തന്നെയാണ് വാർഡ്രോബിന് ഇവിടെ വരുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഭംഗിയുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇത്. മറ്റേ താഴത്തെ നിലയിൽ കണ്ട ബാത്റൂമിൻ്റെ ഏകദേശം അതേ മുകളിൽ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. ഫിറ്റിങ്സുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. ഇനി യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കാണാനുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് വരുമ്പോൾ ഇവിടെയാണ്. ഫ്ലോറിൽ നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ്, മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് വരുന്നത്. ഇതും കോൺക്രീറ്റിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കൊന്നും ഇല്ല. പക്ഷെ നമുക്ക് പുറത്തേക്ക് പോകുന്നതിന് ഇവിടെ നിന്ന് സ്റ്റെപ്പുകൾ, മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാൽക്കണി കൂടി നോക്കാണ്ട് നമുക്ക് പോകാം ബാൽക്കണിയിലേക്ക്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിലേക്കുള്ള ഡോറാണിത്. അപ്പോൾ ഈ ഡോർ തുറന്നാൽ നമുക്ക് ബാൽക്കണിയിലേക്ക് എത്താം. നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. സാൻഡ് ഫിനിഷുള്ള ഒരു വർക്കും അവിടെ ചെയ്തിട്ടുണ്ട്. MS ഉപയോഗിച്ചിട്ട് നല്ല ഗ്രില്ലുകൾ കൊടുത്തിരിക്കുന്നു ഹാൻഡ് റെയിലുകൾക്ക്. ഇവിടെയും ആ പില്ലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ നോക്കിയപ്പോൾ നമ്മൾ ഫോൾ സീലിംഗ് വർക്ക് കണ്ടിരുന്നു. അത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ 4 സെൻറ്റിലാണ് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടുള്ള വീട്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ഏകദേശം 50ഓളം വീടുകൾ വരുന്ന കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് 5 മീറ്റർ വിടുത്തുള്ള റോഡാണ്. ബസ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് വരുന്നത്. ഒരേപോലെയുള്ള 2 വീടുകളാണ് വരുന്നത്. ഇൻറ്റീരിയർ എല്ലാം ഒരേപോലെയാണ്. അതിൻ്റെ എലിവേഷനിൽ മാത്രം ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 10 കിലോമീറ്ററാണ്. നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ ആയിരിക്കും വരിക. ഇവിടെ സമരിട്ടൻ ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. അത് കൂടാതെ കിഴക്കമ്പലത്ത് വേറെ പുതിയ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ തന്നെയാണ് ഉള്ളത്. വീടിൻ്റെ വില പറയാം 85 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളുമാണ്. ഈ വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾ കാണുന്നുണ്ട് പ്രതീക്ഷയോടെ. നന്ദി, നമസ്കാരം.